കണ്ണൂരിൽ 8 മാസം പ്രായമായ കുഞ്ഞിന് മെഡിക്കൽ ഷോപ്പിലെ ഫാർമസിസ്റ്റുകൾ നൽകിയത് 3 മടങ്ങ് ഡോസ് കൂടിയ മരുന്ന് മാറിക്കഴിച്ച് ഗുരുതരാവസ്ഥയിലായ കുട്ടിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡോക്ടർ കൃത്യമായി മരുന്ന് എഴുതിയിട്ടും ഡോസ് കൂടിയ മരുന്ന് എടുത്ത് നൽകിയത് ഫാർമസിസ്റ്റുകളെന്നാണ് ആരോപണം. കണ്ണൂരിലെ ഖദീജ മെഡിക്കൽസിന് എതിരെയാണ് ആരോപണം. കഴിഞ്ഞ ശനിയാഴ്ചയാണ് പനി ബാധിച്ച കുട്ടിയെയും കൊണ്ട് വീട്ടുകാർ പഴയങ്ങാടിയിലെ ക്ലിനിക്കിലെത്തിയത്. ഡോക്ടർ കാൽപോൾ സിറപ്പ് കുറിച്ച് നൽകി. എന്നാൽ കുറിപ്പടിയുമായെത്തിയ വീട്ടുകാർക്ക് ഖദീജ മെഡിക്കൽ സ്റ്റോറിലെ ഫാർമസിസ്റ്റുകൾ എടുത്തു നൽകിയത് കാൽപോൾ ഡ്രോപ്പ് ആണ്. മാറിയതറിയാതെ 3 നേരം വീട്ടുകാർ കുട്ടിക്ക് മരുന്ന് കൊടുത്തു. പനി അതിവേഗം മാറിയെങ്കിലും കുട്ടിക്ക് മറ്റു ബുദ്ധിമുട്ടുകൾ തോന്നിയതോടെ വീട്ടുകാർ വീണ്ടും ക്ലിനിക്കിലെത്തി. മരുന്ന് മാറിയത് അറിഞ്ഞ ഡോക്ടർ ഉടൻ തന്നെ കുട്ടിക്ക് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നിർദ്ദേശിച്ചു. അതിന്റെ ഫലങ്ങൾ പലതും ഉയർന്ന നിരക്കിലായിരുന്നു. ഉടൻ കുട്ടിയെ കണ്ണൂരിലെ ആസ്റ്റർ മിംസിലേക്ക് മാറ്റണമെന്നും വൈകിയാൽ തലച്ചോറിന്റെ പ്രവർത്തനം വരെ തകരാറിലാകുമെന്നും ഡോക്ടർ നിർദ്ദേശിച്ചു. തുടർന്ന് കുട്ടിയെ ആസ്റ്റർ മിംസിലെ ICUവിലേക്ക് മാറ്റുകയായിരുന്നു. ഇന്ന് അവസാനം വന്ന ഫലത്തിൽ കുട്ടിയുടെ നില കുറച്ചുകൂടി മെച്ചപ്പെട്ടത് ആശ്വാസമാകുന്നുണ്ട്. കുഞ്ഞിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടർന്നാൽ കരൾ മാറ്റിവെക്കേണ്ടിവരുമെന്നാണ് വിവരം. ചോദ്യം ചെയ്തപ്പോൾ പോയി കേസ് കൊടുക്ക് എന്നാണ് മെഡിക്കൽ സ്റ്റോർ ജീവനക്കാരൻ പ്രതികരിച്ചതെന്നും